ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരുന്ന കാലത്ത് CPM നേതാക്കൾ വിശദീകരിച്ചിരുന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നു വന്ന ഒരു വലിയ പ്രശ്നം, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം, അഴിമതി, ക്രമക്കേട്, ആ വിധത്തിലുള്ള ഒരു കളവ്. അതിൽ നിന്ന് മാറി CPM നോമിനികളായി ദേവസ്വം ബോർഡിലേക്ക്, കമ്മീഷണർ സ്ഥാനത്തേക്കൊക്കെ വന്നവർ പ്രതിപട്ടികയിലേക്ക് എത്തുന്ന നില വരുമ്പോൾ നിങ്ങളുടെ മറുപടി എന്താണ്? ഒന്ന്, ദേവസ്വത്തിലെ കമ്മീഷണർമാരെ CPM നോമിനികളായി വരുന്നു എന്നുള്ളത് അങ്ങയുടെ അറിവിൻ്റെ കുറവാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. ശരി, CPMന് കമ്മീഷണർ സ്ഥാനത്തേക്ക് നോമിനികളെ കൊടുക്കാനാവില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ ദേവസ്വം കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളുണ്ട്. ഒരു കാര്യം CPMന് പക്ഷേ ചെയ്യാൻ പറ്റും. ദേവസ്വം കമ്മീഷണറായി ഒരു തവണ അദ്ദേഹം നിയമിതനായ ശേഷം രണ്ടാം തവണയും ചട്ടം ലംഘിച്ച് ദേവസ്വം കമ്മീഷണർ ആക്കുക എന്നൊരു നില വരിക. അതിനെതിരെ കോടതിയിൽ ഹർജി വന്നു കഴിഞ്ഞ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെടുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് അംഗമാക്കുക. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്നിട്ട് അതിനുശേഷം അദ്ദേഹത്തെ ദേവസ്വം പ്രസിഡന്റായി നിയമിക്കുക. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ രാഷ്ട്രീയ നേതാക്കൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്? അത് ഏതോ പാർട്ടിയാകട്ടെ, പറ്റുമായിരിക്കുമല്ലേ ശ്രീ അനിൽകുമാർ? ഉത്തരം പറ. അപ്പൊ ആദ്യത്തെ ചോദ്യം തെറ്റായിട്ടെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങ് ചോദിച്ച ആദ്യത്തെ ചോദ്യം തെറ്റാണ്. ആദ്യത്തെ ചോദ്യം തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കേൾക്കുന്നവർ വ്യാഖ്യാനിച്ചോട്ടെ. താങ്കൾക്ക് എന്റെ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ഉത്തരം പറയാം. അല്ല, നിങ്ങൾ പറയൂ. നിങ്ങൾ ആ ചോദ്യം പിൻവലിച്ചോ? അല്ലല്ല, എന്റെ ചോദ്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് താങ്കളുടെ ഇന്നത്തെ ഫോക്കസെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാം. അതല്ല, CPM അതിനൊരു നിലപാടുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതെ, അപ്പം എന്നെ സംസാരിക്കാൻ അനുവദിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അങ്ങയുടെ ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ്. എന്താണ്? എന്തുകൊണ്ട് ഒളിച്ചോടി? എങ്ങും പോയിട്ടില്ല, മറുപടി പറഞ്ഞോളൂ. ഇടയ്ക്ക് ഈ വർത്താനം പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. ഞാൻ മറുപടി പറയാൻ തന്നെയല്ലേ വന്നത്. ഞങ്ങൾക്ക് മറുപടി പറയാൻ വിഷമമുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. ഭയങ്കരം തന്നെ. അതെ, ശബരിമലയുടെ കാര്യത്തിലും മറുപടി പറയാൻ വിഷമമുള്ള ഒരു കാര്യം സംഭവിക്കില്ല. മാത്രമല്ല, ശബരിമല ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആരാധനാലയങ്ങളെ ഏറ്റവും മികവാർന്ന നിലയിൽ കൈകാര്യം ചെയ്യുന്നതിന് കേരളത്തിലെ സർക്കാരിനായി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആണോ? ഭയങ്കര. അതിനിടയിൽ 2019 ശബരിമലയിൽ നടക്കാൻ പാടില്ലാത്ത നടന്നിട്ടുണ്ട്. ആ നടന്നതിന് ഏതെല്ലാം തരത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് ശരിയായ പരിശോധന പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന് കോടതിയുടെ മേൽനോട്ടമുണ്ട്. അതിൻ്റെ എല്ലാ നടപടികളെയും മുഖ്യമന്ത്രി മുതൽ എല്ലാ CPIM നേതാക്കളും സർക്കാരും സ്വാഗതം ചെയ്യുകയാണ്. നാളെയും സ്വാഗതം ചെയ്യും. ഒരൊറ്റ തെറ്റിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. തെറ്റിന് കൂട്ടുനിൽക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ്. പറയൂ. ആ അഭിപ്രായം കൂടെ കേട്ട് N. വാസു ദേവസ്വം കമ്മീഷണറായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻഗണനാക്രമത്തിലുള്ള തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് N. വാസു ഈ കാലഘട്ടത്തിൽ അവിടെ കമ്മീഷണറായി വന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് എന്നതാണ് വസ്തുത. അതിനുശേഷം ഏതൊരു കമ്മീഷണർക്കും അവിടെ പ്രവർത്തിക്കാനാവുന്നത് അവർ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രക്രിയയിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ പാനലുണ്ട്, ദേവസ്വം ബോർഡിന്റെ അഭിപ്രായമുണ്ട്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. അതിലൂടെ മാത്രമേ അവിടെ കമ്മീഷണറാകാൻ കഴിയൂ. ഇപ്പൊ കമ്മീഷണറായ ആളും ദേവസ്വത്തിന്റെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ഒന്നാമത്തെ പേരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ N. വാസു അദ്ദേഹം കമ്മീഷണറായിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തിട്ടുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഇപ്രകാരം ഒരു കുറ്റകൃത്യം തടയുന്നതിന് കഴിഞ്ഞില്ലെന്നോ അല്ലെങ്കിൽ കുറ്റകൃത്യം ശരിയാവണ്ണം ശ്രദ്ധയിൽപ്പെട്ട് തടഞ്ഞില്ലെന്നോ അതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഉത്തരവാദിത്വം പറയാൻ ആ ആൾക്ക് ബാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഉദ്യോഗസ്ഥ നിലയ്ക്ക് കൈകാര്യം ചെയ്തൊരു കാര്യം മാത്രമാണ്. ഇത്തരമൊരു കാര്യത്തിൽ അവിടെ പ്രവർത്തിച്ച ഒരാളെ ഞങ്ങൾ പിന്നീട് മറ്റൊരു ചുമതലയിലേക്ക് ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് അന്ന് അറിവില്ല ഇപ്രകാരം ഒരു കാര്യം. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ലാതിരുന്നൊരു കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനം മതിപ്പുള്ളതായിരുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തി. അപ്പൊ ഇതെല്ലാം അഴിമതി നടത്താനാണ് ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. ഇന്നിപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു? അവിടെ കമ്മീഷണറായിരുന്ന ഏറ്റവും മികവാർന്ന നിലയിൽ ഇതിനെ കൈകാര്യം ചെയ്തു എന്ന് നാട് അംഗീകരിക്കുന്ന ഒരാളെ ഞങ്ങൾ തെരഞ്ഞെടുത്തു.
ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലത്ത് മികവാർന്ന പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നൊരു അഭിപ്രായം CPM ഉണ്ടായിരുന്നു. അതായിരുന്നു CPM-ന്റെ അന്നത്തെ ബോധ്യം. അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കി. അങ്ങനെയല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതെ, അല്ലെങ്കിൽ അല്ല. അല്ല, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഞാൻ ചോദിക്കാനുള്ള ഒരു വ്യക്തതയ്ക്ക് ഇങ്ങനെ വളച്ചും തിരിഞ്ഞും പറയണ്ട, നമുക്ക് വ്യക്തതയോട് കൂടി പറയാം. എന്ന് വെച്ചാൽ വിജിലൻസിൽ ജഡ്ജിയായിട്ടും, അതായത് ദേവസ്വം കമ്മീഷണറായി ജോലി ചെയ്തിരുന്ന കാലത്ത് ഇതൊരു നടക്ക് പോണ മാതിരില്ല. സേവനമനുഷ്ഠിച്ചിരുന്ന കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വാസു. ആ നല്ല ട്രാക്ക് റെക്കോർഡ് പരിഗണിച്ച് അദ്ദേഹത്തെ പിന്നെ ദേവസ്വം പ്രസിഡന്റ് ആക്കി ചുമതല ഏൽപ്പിക്കുകയും കൂടി ചെയ്തു സർക്കാർ. എന്റെ പൊന്നുവായി എന്നെ കുഴപ്പിക്കരുത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിന്റെ ഗുണനിലവാരം എല്ലാം മനസ്സിലാക്കി അദ്ദേഹത്തെ മുൻനിരയിൽ നിർത്തിയത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി സാക്ഷ്യപത്രം കൊടുത്ത ഒരാളെ കമ്മീഷണറാക്കിയപ്പോൾ ഞങ്ങൾ അവിശ്വസിക്കണം? ഞങ്ങൾ എന്തിനാ അവിശ്വസിക്കണം? അല്ല, ഈ ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട ദേവസ്വമൊക്കെയായി വാസു വരുന്നതിന് മുൻപ് അദ്ദേഹം ആരായിരുന്നു? ശബരിമലയിലേക്ക് വാസു എത്തുന്നതിന് മുമ്പ് അദ്ദേഹം ആരായിരുന്നു? നിങ്ങൾക്ക് ഇപ്പൊ വാസുവുമായി ഒരു ബന്ധുവില്ലേ? അദ്ദേഹം ആരും ആയിക്കോട്ടെ. അല്ല, അത് ആരായിരുന്നു പറഞ്ഞോട്ടെ, കേൾക്കാം. അദ്ദേഹം ഒരു വിജിലൻസിന്റെ ജഡ്ജിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വിജിലൻസ് ജഡ്ജിയായി പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് അവസരം കിട്ടിയത് ജഡ്ജി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെക്കുറിച്ച് പരാതിയൊന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തസ്തിക ഇരുന്ന ഒരു പരാതിയും ഞങ്ങളാരും കേട്ടിട്ടില്ല. നിങ്ങളിപ്പോൾ മനോരമ എന്ന നിലയ്ക്ക് ഇത് എൻ വാസു എന്ന് പറയുന്ന CPM-ന്റെ PB അംഗമാക്കും. നിങ്ങൾക്ക് അതിന് നല്ല താല്പര്യമുണ്ട്. ജോലിയായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ഈ ചില സന്ദർഭങ്ങളിൽ ഉള്ള കാര്യം പറയാൻ പ്രയാസപ്പെടുന്നത് കാണുന്നതുകൊണ്ട് ചോദിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ സൗകര്യമുള്ളത് മാത്രം വിശദീകരിക്കുന്നത് കൊണ്ട് മാത്രം ചോദിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഹൈക്കോടതിക്കാണ് എല്ലാ ഉത്തരവാദിത്വം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഹൈക്കോടതി ദേവസ്വം കമ്മീഷണർ ആക്കിയത് കൊണ്ടാണ് ആ കാലത്ത് വാസു അത് ചെയ്തത്. അപ്പോൾ വാസു നല്ല ആളാണെന്ന് ഹൈക്കോടതിക്ക് തോന്നി. അതൊരു കുറ്റമായൊന്നും പറയുന്നില്ല. പക്ഷെ ഹൈക്കോടതിയുടെ തലയിലാണ് ഇപ്പൊ എല്ലാം കൊണ്ടുപോയി വെക്കുന്നത്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ഇന്ന് ഞാൻ നിങ്ങളുടെ പത്രം അടക്കം നോക്കി. ഈ എൻ വാസു എന്ന് പറയുന്ന ആൾ AK സെന്ററിൽ വന്നു. ഏതാണ്ട് ഡൽഹി പോയിട്ട് നേരെ AK സെന്ററിൽ വന്ന് പാർട്ടി സെക്രട്ടറിയെ കണ്ടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? അതിനൊന്നും ഇല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ശബരിമലയിലൊന്നും സർക്കാരിന് ഏകപക്ഷീയമായി ഒന്നും ചെയ്യാനാവില്ല. ബഹുമാനപ്പെട്ട കോടതി ഇടപെടലുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ദേവസ്വം ബോർഡ് കമ്മീഷണറെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലിരിക്കുന്ന ആളുകളെയോ ആരാണ് നിയമിക്കുന്നത് എന്നതല്ലായിരുന്നു എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന്റെ ബേസിൽ താങ്കൾ ആ വാക്ക് പിടിച്ച് ആണ് തർക്കിച്ചുകൊണ്ടിരുന്നത് തുടക്കം മുതൽ. അതൊരു സൗകര്യമായി താങ്കൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ദേവസ്വം കമ്മീഷണർ ആയാലും പ്രസിഡന്റ് ആയാലും അതിനകത്ത് ആര് വക നിയമിക്കപ്പെട്ടാലും ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ഉത്തരവാദിത്തപ്പെട്ടിരുന്ന ആ സ്ഥാനത്ത് നിന്ന് കക്കൽ പോലുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ സ്വാഭാവികമായും അതിന്റെ മുകളിലിരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പശ്ചാത്തലമുള്ള നേതാക്കളിലേക്ക് വരും. എന്ന് വെച്ചാൽ പ്രസിഡന്റിലേക്ക്, ദേവസ്വം മന്ത്രിയിലേക്കൊക്കെ വരും എന്നുള്ളതിന്റെ ബേസിലാണ് ആ ചോദ്യം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പറയുന്ന വ്യക്തിയെ, ഈ പറയുന്ന CPM പശ്ചാത്തലമുള്ള, CPM-മായി പ്രവർത്തിച്ചിട്ടുള്ള, CPM-മായി ബന്ധമുള്ള, പാർട്ടിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള, പാർട്ടിയിൽ അംഗമായിട്ടുള്ള എൻ വാസു എന്ന് പറയുന്ന വ്യക്തിയെ അദ്ദേഹം പ്രോസസ് വഴി കമ്മീഷണറായി വരികയും കമ്മീഷണറായി കഴിഞ്ഞ ശേഷം രണ്ടാം ടൈമിൽ അദ്ദേഹത്തിന് കമ്മീഷണർ ചുമതല നൽകിയപ്പോൾ അതിനകത്ത് അയോഗ്യത കോടതിയിൽ ബോധ്യപ്പെടുകയും കോടതി അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ ദേവസ്വം അംഗമാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പാക്കി കൊടുത്ത് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കുകയും ചെയ്തത് രാഷ്ട്രീയ ബലത്തിലാണ്, CPM-ന്റെ ബലത്തിലാണ്, സർക്കാരാണ്. അപ്പൊ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലല്ലോ. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.